ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഭയങ്കര കാറ്റാണേ, നല്ല വെയിലുണ്ടെങ്കിൽ നമുക്ക് നല്ല തണുപ്പാണ് കേട്ടോ. അങ്ങനെ തുണി വിരിച്ചിടാനുണ്ടായിരുന്നു, അതൊക്കെ വിരിച്ചിട്ടിട്ട് തന്നെയാണ്. അത് കഴിഞ്ഞപ്പോഴേക്കും ദൈവത്തിൻ്റെ അവിടെ എപ്പോഴും നമ്മൾ സീരിയൽ ലൈറ്റ് അത് ഓണാക്കാറുണ്ട് കേട്ടോ. ഞാൻ എണീക്കുമ്പോഴേക്കും രാത്രി കിടക്കുമ്പോഴേ ഓഫാക്കുള്ളൂ. അപ്പോൾ അതങ്ങനെ ഓണാക്കി അതൊക്കെ കഴിഞ്ഞതാ റൂമിൽ പോയി നോക്കുമ്പോൾ രണ്ടുപേരും എണീറ്റിട്ടില്ല കേട്ടോ. നല്ല ഉറക്കമാണേ, കുഞ്ഞു നല്ല ഉറക്കം. ഗുഡ് മോർണിംഗ് പറ. ഗുഡ് മോർണിംഗ്. ഉറക്കം കഴിഞ്ഞല്ലോ. ഓ നമ്മുടെ ഷുണ്ണടിയാണ്. പിന്നെ കുഞ്ഞ് എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ചൊരാളുടെ കൂടെ കളിച്ചു, അല്ലെങ്കിൽ ആൾക്ക് സങ്കടം വരും കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ വാഴപ്പൂ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് വയ്ക്കുക വിചാരിച്ചിട്ട് അതിങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ വന്നിട്ട് ഇങ്ങനെ ചോദിക്കണതാണ് വേണം പറഞ്ഞിട്ട്. എനിക്കാണെങ്കിൽ കുട്ടി നിൽക്കണോണ്ട് നല്ല ടെൻഷൻ ഉണ്ട് കേട്ടോ. അങ്ങനെ മുറിക്കുക പറഞ്ഞിട്ടേ പാത്രം തട്ടിയിടുമെന്ന് അറിയില്ല. പിന്നെ കയ്യിൽ കത്തിയല്ലേ, അപ്പോൾ ഞാൻ കുറച്ച് ബാക്കോട്ടൊക്കെ ഇതായിട്ടൊക്കെയാണ് അരിഞ്ഞെടുക്കണത്. പിന്നെ അപ്പുചേട്ടൻ വേഗം വന്നിട്ട് കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയിട്ടാ, കാരണം സമ്മതിക്കണില്ല ആള്. അങ്ങനെ പിന്നെ ഞാൻ അതൊക്കെ അരിഞ്ഞ് വർത്താനം പറയുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടി ഓരോ വർത്താനം പറയുന്നത് ടി വി നടക്കുന്നുണ്ട്, ന്യൂസും പാട്ട് എന്തൊക്കെയോ നടക്കുന്നുണ്ട് കേട്ടോ ടി വിയിൽ. പിന്നെ കുട്ടീനെ വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ ചേട്ടന് വെള്ളം പോയി ഓഫാക്കി. അതൊക്കെ കഴിഞ്ഞ് ഞാൻ വേഗത്തെ അരിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ അത് ഉപ്പേരി പോലെ വെക്കാൻ പറഞ്ഞിട്ടാ. അങ്ങനെ പിന്നെ അതിന് വേണ്ടി ഒരു സവാളയും 2 പച്ചമുളകും കുറച്ച് വെളുത്തുള്ളി എടുത്തു കേട്ടോ. അത് ഞാൻ തേങ്ങ ഇങ്ങനെ അടർത്തിയാണ് എടുത്തത്. അപ്പോൾ ആ ചിരട്ടയിൽ വെറുതെ വെച്ച് വീഡിയോ എടുത്തിട്ട് നല്ല രസമില്ലേ. അങ്ങനെ ഇതിലോട്ട് കയ്യിലങ്ങനെ കറിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കളയണമെന്ന് അറിയില്ലാണ്ട് വെളിച്ചെണ്ണയൊക്കെ തേച്ച് വെച്ചായിരുന്നു കയ്യിൽ. പിന്നെ നമ്മുടെ ഇതിൽ തേങ്ങയും നമ്മൾ അരിഞ്ഞ് വെച്ചതിൽ തേങ്ങയും ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ഞാൻ നല്ലോണം കൈവച്ച് തിരുമ്മിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഉള്ളിയും ഇതൊക്കെ ഇട്ട് വാട്ടിയതിന് ശേഷം അതിലിട്ട് അടച്ച് വെക്കുകയാണ് ചെയ്തത്. അധികം വെള്ളമൊന്നും ഒഴിച്ചില്ല, ഇച്ചിരി വെള്ളം ഒഴിച്ചുള്ളൂ കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഈ കൊതുക് വല എടുത്ത് വെക്കാനായിട്ട് അപ്പുചേട്ടൻ എപ്പോഴും എടുത്ത് വെക്കണം കേട്ടോ. എനിക്കത് എത്ര പറഞ്ഞാലും എനിക്കത് മനസ്സിലാവില്ല. എനിക്കത് ഭയങ്കര ടാസ്ക്കാണ്. അതൊക്കെ കഴിഞ്ഞ് കുഞ്ഞിനെ കുളിയൊക്കെ കഴിഞ്ഞ് ഉറങ്ങണേണ്. അപ്പോൾ പണിക്ക് പോകാൻ നിൽക്കുമ്പോഴേക്കും എനിക്ക് വീഡിയോ എടുക്കണം പറഞ്ഞിട്ട് അങ്ങനെ വന്ന് നിന്നതാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് കുഞ്ഞിനെ ഞാൻ ചോറ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആൾക്ക് ചോറ് വേണം. രാവിലത്തെ കഴിക്കണുള്ളൂ കേട്ടോ. എനിക്ക് എങ്ങനെ വന്നാലും രാവിലെ കഴിക്കാൻ ഒരു സമയമാവും. അങ്ങനെ ഉറക്കം തെളിഞ്ഞിട്ടേ ഇല്ല, കയ്യിൽ നിന്ന് താഴെ പോകണമില്ല. അപ്പം ഞാൻ വേഗം കഴിച്ചുകൊണ്ടിരിക്കണം. അതിൻ്റെ ഇടയിൽ കുഞ്ഞിനും ഇച്ചിരി കൊടുത്തു കേട്ടോ. പിന്നെ ആൾക്ക് താഴെ പോകണം, ഫോൺ കണ്ടപ്പോൾ ഫോണിൽ കളിക്കണം. അങ്ങനെയൊക്കെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ കുഞ്ഞ് ഉറങ്ങിയിട്ടുണ്ടായിരുന്നേ. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കും വേഗം നമുക്ക് ഒരാൾ ഉറങ്ങി എണീറ്റിട്ട് ഉറക്കം തെളിയാണ്ട് എൻ്റെ പേത്ത് കിടക്കണ്. അപ്പം അത്യാവശ്യം കാറ്റുകാലമൊക്കെ ആയതുകൊണ്ട് നല്ല തണുപ്പുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ചൂട് പിടിച്ച് സുഖമായി കിടക്കണുണ്ട്. കാന്താരി ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചിട്ടില്ല, ആൾ ഉറങ്ങി എണീച്ചിട്ടില്ല. എപ്പോഴും ഇതുപോലെ ഇങ്ങനെ ഉറങ്ങില്ല കേട്ടോ. ചില സമയത്ത് നന്നായി ഉറങ്ങും, ചിലപ്പോൾ നന്നായി ഉറങ്ങില്ല. അപ്പോൾ ഇന്നിപ്പോൾ നല്ല ഉറക്കമാണ്. ഇനി ഉച്ചയ്ക്ക് കഴിച്ചിട്ട് ഉറങ്ങുമൊന്നുമില്ല കേട്ടോ. ഇനി രാത്രി ഉറങ്ങുള്ളൂ. അപ്പം ഞാൻ അങ്ങനെ വിളിക്കില്ല, കിടന്നോട്ടെ വിചാരിക്കും. ഉറങ്ങണേണോ നോക്കട്ടെ. ഇല്ല ഉറങ്ങിയിട്ടില്ല. ഉറങ്ങിയിട്ടില്ല കേട്ടാ. എന്താണ് കിടക്കണേ. അരിയെന്ന് എണീറ്റ് പോയാൽ എങ്ങനെ അറിയണമെന്ന് എനിക്കറിയില്ല. ഞാൻ അടുത്തുനിന്ന് എണീറ്റ് അപ്പം അറിയും. ഇപ്പോ വർക്ക് കഴിഞ്ഞ സ്വത്തിൻ്റെ ഇപ്പോ ഉറക്കം കഴിഞ്ഞില്ലേ ശുണ്ടടിയില്ലേ. സൂക്ഷിച്ച് നോക്കി കിടക്ക്. ഉറക്കം കഴിഞ്ഞില്ലേ നീ ഇപ്പം മോളുടെ? എന്താ ഇത് വീഡിയോ വെക്കണ തന്നെ? ഞാൻ ഒങ്ങി എണിച്ചിട്ടില്ലല്ലോ. ഇപ്പില്ലേ ഈ കാറ്റൊക്കെ ഇപ്പില്ലേ ഈ കാറ്റുകാലമൊക്കെ ആയതുകൊണ്ടില്ലേ മറക്കാതെ യൂസ് ചെയ്യുന്ന ഒരു സാധനം കേട്ടോ, ലിപ് ബാം. ഇതില്ലാണ്ട് പറ്റില്ല. ഇനി പുറത്ത് പോകുമ്പോൾ കുറച്ച് നല്ലൊരു മോയ്സ്ചറൈസറും കൂടി വാങ്ങിക്കണം കേട്ടോ. ഭയങ്കര ഡ്രൈ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡ്രൈ ആണ്. മറ്റേത് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കാൻ പറ്റത്തില്ല, അത്ര എന്താ പറയുക, അത്ര ചൂടായിരിക്കും.
ഇപ്പം പറഞ്ഞാൽ നമുക്ക് തണുപ്പ്, ഫാനൊക്കെ കറങ്ങണേ ഇല്ലെങ്കിലും കൂടി എന്താ പറയുക ഭയങ്കര തണുപ്പാണ്. അപ്പം ഇത് ഞാൻ എപ്പോഴും യൂസ് ചെയ്യട്ടോ. നേരത്തെ എനിക്കിത് അത്ര ശീലമുള്ള സംഭവമാണ്. ഇപ്പം പക്ഷെ വല്ലാത്തൊരു ക്ലൈമറ്റ് പോലെ ഫീൽ ചെയ്യും. ഓ ഞാനിതൊക്കെ ഇതൊക്കെ എടുക്കാൻ തന്നിട്ടില്ല. നിബുവിന് ഇതൊക്കെ വേണം, അതിനാണ് നിബു കരണം. അപ്പം ഞാൻ നിബുവിനെ ഇങ്ങനെ ചുണ്ട് കാണിക്ക്, ഇങ്ങനെയൊക്കെ. അപ്പം ഇങ്ങനെ ഞാൻ പറ്റിച്ചൊക്കെ കൊടുക്കട്ടാ. അത് കിട്ടിന് അത് കയ്യിൽ നിന്ന് വാങ്ങിക്കണമെങ്കിൽ ടാസ്ക്കാണ് അല്ലേ. പിന്നെ നിബുവിൻ്റെ മോളുടെ മോയ്സ്ചറൈസർ ഉണ്ടല്ലോ, ബോഡി ലോഷൻ, ഇതാ കാണിച്ചു തരാവേ. ഇതാണ് മോൾക്ക് ജനിച്ചപ്പോൾ തൊട്ട് ഇതാട്ടോ യൂസ് ചെയ്യണേ, ഹിമാലയൻ്റെ ബോഡി ലോഷൻ. അപ്പോൾ ഇതാണ് ഞാനും മുഖത്തൊക്കെ തേക്കണത്. ഇതന്നെ ഞങ്ങൾ യൂസ് ചെയ്യുന്നത് രണ്ടുപേരും കേട്ടോ. ഇതിൽ തന്നെ എടുക്കണത്. കുട്ടികളുടെ അല്ലേ കുറച്ചും കൂടി. പക്ഷെ വേറെ ഒന്ന് നമുക്ക് വാങ്ങിക്കണം കേട്ടോ. ഇനി പുറത്ത് പോകുമ്പോൾ വേണം ഒന്ന് വാങ്ങിക്കാൻ മോയ്സ്ചറൈസർ. ഇതാണ് മോൾക്ക് യൂസ് ചെയ്യണം, ഹിമാലയൻ്റെ തന്നെയാണ്. അതുപോലെ ഹിമാലയൻ്റെ പൗഡർ അങ്ങനെ ഞാൻ ഒരുപാട് യൂസ് ചെയ്യില്ല കേട്ടോ. അത് കൊള്ളില്ല എന്നൊക്കെ ഡോക്ടർമാരിങ്ങനെ പറയുമല്ലോ. നമ്മൾ കണ്ണൊക്കെ എഴുതി കൊടുക്കുന്ന സമയത്ത് സ്പ്രെഡ് ആവാണ്ടിരിക്കാൻ കുറച്ച്, പിന്നെ കുട്ടികളുടെ ഇവിടെയൊക്കെ അങ്ങനെയൊക്കെ തേക്കുള്ളൂ കേട്ടോ. അല്ലാണ്ട് അങ്ങനെ തേക്കുള്ളൂ. വെച്ചിട്ട് വർത്താനമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നിബുവിൻ്റെ ഭാഷയിൽ എന്തൊക്കെയോ നിബുമോള് പറയുന്നുണ്ട് അല്ലേ. പിന്നെ ഉറക്കം കഴിഞ്ഞ പിന്നെ ഉണ്ണിക്ക് കുഞ്ഞിന് കഴിക്കാൻ കൊടുക്കട്ടെ. എൻ്റെ മോൾക്ക് പിന്നെ മോൾക്ക് വിശക്കും. അതുപോലെ തന്നെ നിബുമോൾക്ക് യൂസ് ചെയ്യണ കൺമഷി ശ്രീധര്യത്തിൻ്റെ ആണ് കേട്ടോ. അതാ എപ്പോഴും യൂസ് ചെയ്യലൊന്നുമില്ല ഞാൻ. ആദ്യം അവൾക്ക് ഇവിടെ ഇങ്ങനെ ഒരു വെള്ളപ്പാട് പോലെ വന്നപ്പോൾ എനിക്ക് ഇതിൻ്റെ ആണോന്ന് അറിയാണ്ട് ഡ്രൈ സ്കിന്നിനാണ് അങ്ങനെ വന്നതെന്ന് ഡോക്ടർ പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ മോയ്സ്ചറൈസർ ആദ്യം നമ്മൾ നല്ല വെളിച്ചെണ്ണയൊക്കെ തേച്ച് കുളിപ്പിക്കുന്നല്ലാണ്ട് മോയ്സ്ചറൈസർ പൗഡറൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഡോക്ടർ ഇങ്ങനെ മോയ്സ്ചറൈസർ വാങ്ങിക്കണം, ഡ്രൈനെസ്സിൻ്റെയാണ് ഇവിടെ ഇങ്ങനെ വെള്ളപ്പാട് പോലെ വന്നേ പറഞ്ഞിട്ടാണ് ഈ ഹിമാലയൻ്റെ ഏത് ബ്രാൻഡാണെങ്കിലും കുഴപ്പമില്ല പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ തന്നെ സോപ്പും കാര്യങ്ങളൊക്കെ തന്നെ യൂസ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ഇതിന് തന്നെ ബോഡി ലോഷൻ വാങ്ങിച്ചതായിരുന്നു കേട്ടോ നിബുവിന്. അപ്പോൾ ഇപ്പോൾ ഇത് നല്ലതാണ് കേട്ടോ സംഭവം, കുഴപ്പമില്ല. കുഞ്ഞിനത് സെറ്റ് ആവുന്നുണ്ട്. അപ്പം അതന്നെ തേച്ച് കൊടുക്കണം. ഇവിടെ ഒരു വെള്ളപ്പാട് പോലെ വന്നു. അപ്പം അങ്ങനെ ഇല്ല. എന്നാലും ഞാൻ എപ്പോഴും പിരുകനൊന്നും കണ്ണൊന്നും അങ്ങനെ എഴുതില്ല കേട്ടോ. എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ ഞാൻ എഴുതില്ല. ഇനി പാട് വരിക ഡ്രൈ ആയില്ല നമ്മൾ പൗഡർ ഇടുമ്പോൾ പറഞ്ഞിട്ട് ഞാൻ തേച്ച് കൊടുക്കില്ല. പിന്നെ കാൽമുട്ടിൻ്റെ മടക്കിലായിട്ട് ഒരു തവണ ഇങ്ങനെ ചെറിയ മുറിവ് പോലെ വന്ന സമയത്ത് അപ്പം തൊട്ട് ഞാൻ ഈ കാലിൻ്റെ മടക്കുണ്ടല്ലോ കുട്ടികളുടെ, അവിടെ ഞാൻ നന്നായി പൗഡർ ഇട്ട് കൊടുക്കും കേട്ടോ. അത് ചെറുതായിട്ട് കുളി കഴിഞ്ഞ ഉടനെ അവിടെ എന്തെങ്കിലും വേർക്കേ നമുക്കറിയില്ലല്ലോ, വെള്ളം എന്തെങ്കിലും നിന്ന് കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്ടാകാനിട്ട് അതിന് മാത്രമാണ് പൗഡർ യൂസ് ചെയ്യണത്. ഞങ്ങൾ പൊതുവേ പൗഡറൊന്നും യൂസ് ചെയ്യില്ല കേട്ടോ. അവിടെ ഇന്നത് ഡ്രൈ ആവില്ലേ, അതുകൊണ്ട് നേരത്തെ വർക്കിന് പോകുന്ന സമയത്തൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു. അപ്പം ശരി, മോൾക്ക് ഫുഡൊക്കെ കൊടുത്ത് ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ട് വരാം. കുഞ്ഞ് കിടന്ന സമയത്തില്ലേ കുഞ്ഞിൻ്റെ കൂടെ എന്തൊക്കെയോ മറിച്ചിടും. കുഞ്ഞിൻ്റെ കൂടെ കുറച്ച് നേരം കിടന്നു. അപ്പം മുടി ആകെ ഇതായി. ഉറങ്ങിയൊന്നുമില്ല കേട്ടോ, ആ ഫോണിലൊക്കെ ഇങ്ങനെ നോക്കി കിടന്നു. അപ്പം മുടിയൊക്കെ ആകെ നാശമായിട്ടുണ്ടായിരുന്നു. അത് സെറ്റാക്കി ഇനി കുഞ്ഞിനെ കഴിക്കാൻ കൊടുക്കട്ടെ. കാറ്റ് 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 ഭയങ്കര കാറ്റാണ് കേട്ടോ പുറത്തൊക്കെ. പൂവുണ്ടോ ഇതില്? പൂ കാണാനില്ലല്ലോ പൊന്നതാ. അതിൻ്റെ ഉള്ളിലൊരു പൊളിച്ചിരിക്കുന്നുണ്ട് കണ്ടാ. ഇത് പിന്നെ അപ്പുച്ചേട്ടൻ ജോലി കഴിഞ്ഞ് വന്ന സമയത്ത് മീൻ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടി ആ ഉലിയ വാങ്ങിച്ചിട്ട് വന്നത്. അപ്പോൾ ആദ്യം ഉലുവ ഇട്ടു, പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ടൊന്ന് മൂത്ത് വന്നപ്പോഴേക്കും അതിൽ നമ്മുടെ സവാളേനെയും തക്കാളിനെയൊക്കെ ഇട്ടിട്ടൊന്ന് നന്നായി മൂപ്പിച്ചെടുത്തു കേട്ടോ. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ എന്തായാലും കുറച്ച് അധികം ഇടും, കറിക്കും കൂടി പാകത്തിനുണ്ട്. പിന്നെ ഞാൻ നോക്കിയിട്ടേ ഇടുകയുള്ളൂ, അല്ലെങ്കിൽ പിന്നെ കൂടിയാലോ 2 പ്രാവശ്യം ഇട്ടാലോ പറഞ്ഞിട്ട് ഒരളവിൽ ഇടാറുണ്ട് കേട്ടോ എപ്പോഴും. പിന്നെ അതിലോട്ട് കുറച്ച് മഞ്ഞൾ പൊടി, മല്ലിപ്പൊടി, മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ കുറച്ച് തിക്കായിരിക്കാൻ വേണ്ടി കുറച്ച് മല്ലിപ്പൊടി അധികം ഇടും കേട്ടോ. അപ്പോൾ ചില സമയത്ത് ഫ്ലോപ്പായി പോവും, വെള്ളം പോലെയൊക്കെ ആയി പോവും. പക്ഷേ ഈ പ്രാവശ്യം സംഭവം അടിപൊളിയായിട്ട് വന്നായിരുന്നു കേട്ടോ. അങ്ങനെ മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് വഴറ്റി, പൊടി നന്നായി മൂക്കട്ടെ പറഞ്ഞിട്ട് നല്ല രീതിയിൽ വഴറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ വഴറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ വാളൻ പുളിയാണ് അപ്പോൾ ഇതിൽ ഒഴിക്കണത്. അപ്പോൾ അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് പിഴിഞ്ഞ വെള്ളം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ആദ്യം കുറച്ച് ഒഴിച്ച് നല്ല ഇങ്ങനെ തിളച്ച് നല്ല മണമൊക്കെ വരുന്ന സമയത്താണ് പിന്നെ ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുകയുള്ളൂ കേട്ടോ.
പിന്നെ മീൻ നമുക്ക് കഴുകി വൃത്തിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതും അതിലോട്ടിട്ടു. വെള്ളം നന്നായി തിളച്ചതിന് ശേഷം മീൻ ഇട്ട് കൊടുത്തു കേട്ടോ ഞാൻ. അങ്ങനെ ഉപ്പൊക്കെ നോക്കിയിട്ട് ഇട്ട് കൊടുത്ത്. പിന്നെ നമ്മൾ ഇട്ടാലും മീനിൽ പിടിക്കണമെന്നില്ലല്ലോ. അങ്ങനെ കറി സംഭവം അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ എപ്പോഴോ കഴിച്ചതാണ് കേട്ടോ ആവോലീൻ്റെ മീൻ. കുഴപ്പമില്ല, പക്ഷെ നല്ല നെയ്മീനൊക്കെ പോലത്തെ ഒരു മീനാണല്ലേ. നന്നായിട്ടുണ്ടായിരുന്നു സംഭവം. അങ്ങനെ എനിക്കിത് ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കുന്നതിനേക്കാളും കൂടുതൽ കപ്പേൻ്റെ ഒക്കെ കൂടെ കഴിച്ച് സൂപ്പറായിട്ടുണ്ടാവും എന്ന് തോന്നിയിട്ടാ. ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അങ്ങനെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കണം എന്നൊക്കെ ആഗ്രഹിച്ച് കുറച്ച് എവിടെ നിൽക്കുകയോ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു കേട്ടാ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടാ. അങ്ങനെ പിന്നെ രാത്രി ആയപ്പോൾ ഇതാ മീൻകറിയും ഉപ്പേരിയൊക്കെ കൂട്ടിയിട്ട് ചോറ് കഴിച്ചു കേട്ടാ. നിപമോൾ അപ്പോഴേക്കും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. കുഞ്ഞ് നല്ല ഉറക്കമായിരുന്നു. അങ്ങനെ ഞങ്ങൾ കിടന്ന് ഉറങ്ങാൻ പോണേ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ കേട്ടോ. ഓക്കേ.